ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് മേഘ ബിബിൻ, എൻ്റെ ഹസ്ബൻഡ് പേര് ബിബിൻ, എൻ്റെ കുഞ്ഞിൻ്റെ പേര് ആബേൽ ബിബിൻ. ഞാൻ ഈശോ നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് 6 വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. 6 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഈ 6 വർഷത്തിനുള്ളിൽ എനിക്കൊരു അബോർഷനും ഒരു എക്ടോപ്പി പ്രഗ്നൻസി ഉണ്ടായി. ഈ എക്ടോപ്പി പ്രഗ്നൻസിയിൽ എൻ്റെ ഒരു ലെഫ്റ്റ് ഫെലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്തു. ആ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. പക്ഷേ ഈശോയിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഈശോ എന്തായാലും തരുമെന്ന്. എക്ടോപ്പി പ്രഗ്നൻസി എക്ടോപ്പി പ്രഗ്നൻസി ആവുന്ന ടൈമിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു. ഞങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. ഞങ്ങൾ വിശ്വാസത്തോടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. 15/6/2023 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരു 20 ഡേയ്സ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ തോന്നി. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. 2024 ഫെബ്രുവരി 8 എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. നോർമൽ ഡെലിവറി ആയിരുന്നു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതുകൂടാതെ കുഞ്ഞിന് 1 മാസമായപ്പം അംബ്ലിക്കൽ ഹെർണിയ ഉണ്ടായി. അംബ്ലിക്കൽ ഹെർണിയ ആയപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടി ഒരു പൊന്തി വരുന്നൊരവസ്ഥയാണത്. കുഞ്ഞ് കിടക്കുമ്പം ഇങ്ങനെ പുക്കിൾക്കൊടി ഇങ്ങനെ പൊന്തി കിടക്കുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞങ്ങൾ ഓൾറെഡി ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം തൊട്ട് കുഞ്ഞിൻ്റെ പുക്കിളിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഒരു 3 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കുഞ്ഞിനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ആ പുക്കിൾക്കൂടി പൊന്തിയിരുന്ന അവസ്ഥയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഇതിനു വേണ്ടി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തത് പിന്നെ കൃപാസന പത്രം പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്തും രോഗികളെ സന്ദർശിച്ചു. ഞാനൊരു നേഴ്സാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ വെക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വരുമ്പം ഒരു പ്രതിഫലവും കൂടാതെ സന്തോഷത്തോടെ ചെയ്തു കൊടുത്തു. എളുപ്പപ്പെട്ട് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുകൊണ്ടു. ഇതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. എൻ്റെ വലിയൊരു കുറവിനെ നികത്തി ഈശോയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു.